തകർന്നടിഞ്ഞൊരു നഗരത്തിൽ ഉപരോധത്തിന്റെ മുള്ളുവേലിക്കുള്ളിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ ഒരു ജനത. പിറന്നു വീണ മണ്ണിൽ അഭയാർത്ഥികളെ പോലെ ജീവിതം. ഒരിറ്റു കുടിവെള്ളത്തിന് പോലും അതിർത്തി ഭേദിച്ചെത്തിയ ആയുധധാരികളുടെ രക്ഷണം. ജീവിതത്തിനും മരണത്തിനുമിടയിൽ നേർത്തൊരു വേർതിരിവ് പോലുമില്ലെന്ന തിരിച്ചറിവിൽ മരിച്ചു ജീവിക്കുന്ന ഒരു ജനത. കൈയും കാലും ഉൾപ്പെടെ ശരീരഭാഗങ്ങളില്ലാത്ത യുദ്ധം ബാക്കിവെച്ച ജീവനുള്ള മാംസകഷ്ണങ്ങൾ വേറെയും. വംശീയ ഉന്മൂലനം ലക്ഷ്യമിട്ടുള്ള യുദ്ധം ഒരു നഗരത്തെ ബാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. യാതൊന്നിനാലും ന്യായീകരിക്കാനാകാത്ത കടന്നാക്രമണം ഗാസയുടെ ജീവിതത്തെ തല്ലിക്കെടുത്തിയിട്ട് 1000 ദിവസമാകുന്നു. ഒക്ടോബർ 7 ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത്. ഹമാസിനെതിരെയായിരുന്നു യുദ്ധപ്രഖ്യാപനം. പക്ഷേ ഒരു രാജ്യം പതിറ്റാണ്ടുകൾ കൊണ്ട് ആർജിച്ചെടുത്ത വികസനങ്ങളെയെല്ലാം തച്ചുടക്കിയായിരുന്നു. വീടുകൾ, ഫ്ളാറ്റുകൾ, സ്കൂളുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ആരോഗ്യ സംവിധാനങ്ങൾ, ഊർജ്ജ സംവിധാനങ്ങൾ എന്നിങ്ങനെ എല്ലാം. 1000 ദിവസത്തിനിപ്പുറം ഗാസ തകർത്തെറിയപ്പെട്ട അവശിഷ്ടങ്ങളുടെ ഒരു കൂന മാത്രമാണ്. ജീവിതത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ജനതയുടെയും അവരുടെ ഭാവിക്കും നേരെയുള്ള ആസൂത്രിതമായ ആക്രമണമായി, വംശഹത്യയായി അത് പരിണമിച്ചിരിക്കുന്നു. ഗാസ എന്നാൽ ഇന്നൊരു ശവപ്പറമ്പാണ്, മരിച്ചു ജീവിക്കുന്നവരുടെ അഭയസ്ഥാനം. ഇക്കാലത്തിനിടെ 73,066 പേരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. അതിൽ 21,500 പേർ കുട്ടികളാണ്. അതിൽ തന്നെ 1022 പേർ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. 9,500 പേരെങ്കിലും കാണാതായിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടെ കുടുങ്ങിപ്പോയവരും ഏറെയാണ്. ഇതുവരെ 1,73,514 പേർക്കാണ് പരിക്കേറ്റത്. കൈയും കാലുമൊക്കെ മുറിച്ചു നീക്കി മാംസപിണ്ഡമായവരും ഈ കണക്കിലുണ്ട്. ഇക്കാലത്തിനിടെ ഗാസയെ തച്ചുടയ്ക്കാൻ ഇസ്രായേൽ വർഷിച്ചത് 2,23,000 ടൺ സ്ഫോടവസ്തുക്കളാണ്. 1945 ജപ്പാനിലെ ഹിരോഷിമയിൽ US വർഷിച്ച ആണവ ബോംബിന്റെ 16 ഇരട്ടിയെങ്കിലും വരുന്നത്. പ്രാണരക്ഷാർത്ഥം നാടാകെ ഓടുന്ന ജനതയെ പട്ടിണിക്കിട്ടുകൂടിയാണ് ഇസ്രായേൽ കൊന്നൊടുക്കുന്നത്. ഗാസ ക്ഷാമത്തിന്റെ വക്കിലാണെന്ന് 2024 ഓഗസ്റ്റിൽ തന്നെ UN-ന്റെ ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ യാതനയുടെ പാരമ്യത്തിലാണ് ഒരു ജനത. അവശ്യ മരുന്നുകളോ വെള്ളമോ ഭക്ഷണമോ പലയിടത്തും എത്തുന്നില്ല. ജനവാസ കെട്ടിടങ്ങളും ക്യാമ്പുകളും സഹായ വിതരണ കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിക്കപ്പെടുന്നുമുണ്ട്. സഹായ വിതരണക്കാരും അത് വാങ്ങാൻ കാത്തുനിൽക്കുന്ന കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരും ഇസ്രായേൽ സൈന്യത്തിന് ഇരകളാണ്. അനുവദിക്കപ്പെട്ടതിന്റെ 1/3 സഹായ ട്രക്കുകൾ മാത്രമേ ഗാസയിലേക്ക് കടത്തിവിടുന്നുള്ളൂ. 4 ലക്ഷത്തോളം ആളുകൾ ദിവസം ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. പട്ടിണി മാത്രമല്ല, അസുഖങ്ങളും തുടരാനാകാത്ത ചികിത്സയുമൊക്കെ ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. ആശുപത്രികൾ ഉൾപ്പെടെ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ തകർക്കപ്പെട്ടിരിക്കുന്നു. ശേഷിക്കുന്നവയിൽ അവശ്യ മരുന്നുകൾ പോലുമില്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ 62% മരുന്നുകൾ സ്റ്റോക്കില്ല. ജനതയുടെ ആയുർദൈർഘ്യം 40 വയസ്സായി താഴ്ന്നിരിക്കുന്നു. അതായത് മാനവിക വികസനം 77 വർഷം മുൻപത്തെ സ്ഥിതിയിലാണ്. യുദ്ധം ബാക്കി വച്ചിരിക്കുന്ന ഗാസ ഒരു മാലിന്യക്കുനയാണ്. ശുദ്ധമായ കുടിവെള്ളമില്ലാത്ത, മലിനജല സംസ്കരണ സംവിധാനങ്ങൾ തകർന്ന, ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്ത ഗാസ. ജലസ്രോതസ്സുകളെല്ലാം മലിനമാണ്. വൃക്ഷവിളകളും സീസണൽ വിളകളും ഒക്കെ നശിച്ചതോടെ പ്രാദേശിക ഭക്ഷ്യ ഉൽപ്പാദനം പോലും അപ്രാപ്യമായി. 2.5 ലക്ഷം കെട്ടിടങ്ങളിൽ 78% പൂർണ്ണമായും തകർക്കപ്പെട്ടു. കല്ലും സിമന്റും ആസ്ബറ്റോസും തുടങ്ങി ലോഹങ്ങളും രാസപദാർത്ഥങ്ങളും ഈ മാലിന്യമെല്ലാം ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഏതാണ്ട് 68 മില്യൺ ടൺ കെട്ടിടാവശിഷ്ടങ്ങളാണ് അവിടെയുള്ളത്. 3,10,000 ടൺ അവശിഷ്ടങ്ങൾ, അതായത് 0.5% മാത്രമാണ് ഇതുവരെ നീക്കിയിട്ടുള്ളതെന്നാണ് UN കണക്കുകൾ. ഈ വേഗത്തിൽ ഗാസയെ അവശിഷ്ടമുക്തമാക്കാൻ 140 വർഷമെങ്കിലും വേണ്ടിവരും. ഒക്ടോബറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ കൊണ്ടുവന്ന സമാധാന പദ്ധതിയും എങ്ങും എത്തിയിട്ടില്ല. ഗാസയെ ഭീകരവിമുക്തമാക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, ഹമാസിനെ നിരായുധീകരിക്കുക, പലസ്തീന് സ്വയംനിർണയ അവകാശത്തിനും രാഷ്ട്രപദവിക്കും അനുകൂലമായ സാഹചര്യം ഒരുക്കുക, ഗാസയെ പുനർനിർമ്മിക്കുക എന്നിങ്ങനെ 20 ദിന പദ്ധതിയാണ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ കൊണ്ടുവന്നത്. സർവ്വസംഘർഷങ്ങൾക്കും അറുതി വരുത്തി ഗാസയെ പുനർനിർമ്മിക്കുമെന്ന പദ്ധതി പ്രഖ്യാപനങ്ങൾ മാസങ്ങൾക്കിപ്പുറവും വാഗ്ദാനങ്ങൾ മാത്രമായി തുടരുന്നു. UN രക്ഷാസമിതി ശരിവെച്ച US നിർമ്മിത ബോർഡ് ഓഫ് പീസിന്റെ കാര്യവും വ്യത്യസ്തമല്ല. ജനുവരിയിൽ സ്ഥാപിതമായ ബോർഡ് ഏതെങ്കിലും തരത്തിലുള്ള ഫലമുണ്ടാക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമാണ്. പലസ്തീൻ ജനതയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് പകരം ഗാസയിൽ തങ്ങളുടെ നിയന്ത്രണം വർദ്ധിപ്പിക്കാൻ ഇസ്രായേലിന് ഒത്താശ ചെയ്യുകയാണ് അവർ. സമാധാന പദ്ധതിയുടെ ഭാഗമായി ഗാസയിൽ യെല്ലോ ലൈൻ എന്നൊരു അതിർത്തി രേഖ നിശ്ചയിച്ചിരുന്നു. 47% വരുന്ന പടിഞ്ഞാറൻ പ്രദേശം പലസ്തീൻ നിയന്ത്രണത്തിലും 53% പ്രദേശം ഇസ്രായേൽ നിയന്ത്രണത്തിലുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ ഒരു ഓറഞ്ച് ലൈൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഗാസയിൽ ഇസ്രായേൽ തങ്ങളുടെ അധിനിവേശം വ്യാപിപ്പിച്ചിരിക്കുന്നു. 11% പ്രദേശം കൂടി അവർ കയ്യേറി. ഇതോടെ ഗാസയുടെ 64% ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്.
ശേഷിക്കുന്ന 36% ഭാഗത്താണ് 20 ലക്ഷത്തിലധികം ജനങ്ങൾ തിങ്ങിഞ്ഞെരുങ്ങി ജീവിതം കഴിച്ചുകൂട്ടുന്നത്. പിറന്ന മണ്ണിൽ ജീവിക്കാൻ മറ്റാരുടെയൊക്കെയോ കനിതേടുന്നതിന്റെ തുരുത്താണിപ്പോൾ ഗാസ. ഇനി എങ്ങോട്ടും ഓടാനില്ലാതെ യാതൊരു സുരക്ഷിതത്വവും ഉറപ്പില്ലാത്ത താൽക്കാലിക ഷെൽട്ടറുകളിൽ ജീവിതത്തിനും മരണത്തിനുമിടെയാണ് അവർ തണൽ തേടുന്നത്. ലോകത്ത് ഒരിടത്തും കാണില്ല ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നൊരു ജനത.